ലോകം മുഴുവൻ യുദ്ധഭീഷണിയിൽ തന്നെയാണ്. ഇസ്രയേൽ ഗസ സിറ്റിയെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. റഷ്യ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പോളണ്ടിനെയും റുമേനിയയും തന്നെ ആക്രമിച്ചു. ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ തന്നെ. അങ്ങനെയാണ് റഷ്യയുടെ നീക്കം, അല്ലേ? തീർച്ചയായിട്ടും റഷ്യ രണ്ടും കൽപ്പിച്ച് ഒരു ഒരു വലിയ അധിനിവേശ മോഹിയായി വലിയൊരു സാമ്രാജ്യത്വത്തിൻ്റെ ദാഹവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ അമേരിക്കക്ക് കെൽപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം അമേരിക്ക അങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഒരു അജണ്ട കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നില്ല. ആളുകളെ വെറുപ്പിക്കുകയും കച്ചവടം എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് കച്ചവടം കൂട്ടാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. ചൈനയും വെട്ടിപ്പിടിക്കാനല്ല, ചൈന ലോകം മുഴുവനുള്ള വ്യാപാരം വെട്ടിപ്പിടിക്കാനുള്ള നീക്കമേ നടത്തുന്നുള്ളൂ. എന്നാൽ രാഷ്ട്രീയമായിട്ട് തന്നെ അധിനിവേശം നടത്തിയിട്ട് രാജ്യങ്ങൾ പിടിച്ചടക്കാനും കീഴടക്കാനുമുള്ള ഒരു വല്ലാത്ത ത്വരയുമായിട്ടാണ് റഷ്യ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ നീക്കം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, 2022 3 കൊല്ലമാണ് ഈ ഉക്രൈൻ യുദ്ധം. എവിടെയെങ്കിലും ഒന്ന് വെച്ച് അവസാനിപ്പിക്കണം എന്ന യാതൊരു ലക്ഷണവും ഇല്ല. ഇപ്പോൾ ഓർമ്മയില്ലേ, 22 ഫെബ്രുവരിയിലാണ് 2022 ഫെബ്രുവരി തുടങ്ങിയ യുദ്ധമാണ്. ഏതാണ്ട് ഇതാ 3 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞില്ലേ? അടുത്ത ഫെബ്രുവരി ആകുമ്പോൾ 4 കൊല്ലം, മൂന്നാമത്തെ വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലും അത് അവസാനിപ്പിക്കണം എന്നല്ല നീക്കം. അവസാനിപ്പിക്കണമെന്ന് ലോകം മുഴുവൻ റഷ്യയോട് പറയുമ്പോഴും ഈ അവസാനിപ്പിക്കാനുള്ള യാതൊരു നീക്കമില്ല. ഒരുപാട് പ്രകോപനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പുറത്ത് ഉക്രൈൻ്റെ ഭാഗത്ത് അമേരിക്ക നടത്തുന്ന കളികളൊക്കെ ഒരു കാരണമാകാം. എങ്കിലും ഇപ്പോൾ ഇന്നലത്തെ ഒരു നീക്കം എന്താണെന്ന് വെച്ചാൽ 7 ലക്ഷം പുതിയ റഷ്യൻ സൈനികരെ അഡീഷണലായിട്ട് ഉക്രൈനിലേക്ക് അയച്ചിട്ടുണ്ട് യുദ്ധത്തിന്. 7 ലക്ഷം പേരെ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ഉദ്ദേശവും റഷ്യക്കില്ല എന്ന് വ്യക്തമാണ്. അത് വളരെ ഗൗരവമായിട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ കാണുന്നുണ്ട്. കാരണം ഇതൊരു വല്ലാത്ത നീക്കമാണ്. ഇവർ യുദ്ധം നിർത്താനല്ല, ഒന്നുകിൽ ഉക്രൈനെ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇസ്രായേൽ ഫലസ്തീനെ സമ്പൂർണ്ണമായി അവസാനിപ്പിച്ചതുപോലെ ഉക്രൈനെ സമ്പൂർണ്ണമായി കീഴടക്കുകയോ അല്ലെങ്കിൽ ഉക്രൈൻ ഏകപക്ഷീയമായി വെടിനിർത്തുകയോ ചെയ്യാത്ത കാലത്തോളം, അങ്ങനെ വെടിനിർത്തുമ്പോൾ എന്ത് വേണ്ടി വരും? ക്രീമിയ വിട്ടുകൊടുക്കേണ്ടി വരും. ഉക്രൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു പ്രദേശം, ഒരു രാഷ്ട്രത്തോളം വലിപ്പമുള്ള ഒരു സ്റ്റേറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു നീക്കം. അതേ സമയത്ത് ഇന്നിപ്പോൾ ഇതിൻ്റെ പുറമെയാണ് ഇതിനെ നേരിടാനുള്ള ആലോചനകൾ യൂറോപ്യൻ യൂണിയനും നാറ്റോയും അമേരിക്കയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സിനുജി പറഞ്ഞ പോലെ യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളിലേക്ക് ഇവരുടെ കണ്ണുണ്ട്. ഇപ്പോൾ പോളണ്ടാണ് ആദ്യം പോളണ്ടിനെ ലക്ഷ്യം വെച്ചു. പോളണ്ടിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ അതാണ്. പോളണ്ടിനെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്, റുമാനിയെ ടാർഗറ്റ് ചെയ്തു. അതിനിടയിൽ വന്നൊരു കാര്യം എന്താ വെച്ചാൽ വളരെ പരസ്യമായിട്ട് അവർ പറഞ്ഞു, ബാൾട്ടിക് രാജ്യങ്ങളെ സ്വതന്ത്രമായി നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. റഷ്യ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഇവർ. മാത്രമല്ല താരതമ്യേന ചെറുക്കാൻ കെൽപ്പില്ലാത്ത ദുർബല രാജ്യങ്ങളുമാണ് ഈ എസ്റ്റോണിയ, ലിത്വാനിയ, ലാത്വിയ. ഈ 3 ബാൾട്ടിക് കടലിന്റെ പരിസരത്തുള്ള 3 രാജ്യങ്ങളാണ്. അതിൽ അവർ വെറുതെ പറഞ്ഞല്ല എന്ന് വ്യക്തമായി. ഒരു സമയത്ത് ഒരു യുദ്ധമല്ല, എമ്മാതിരി അഹങ്കാരം എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഉക്രൈനിൽ 7 ലക്ഷം സൈനികരെ വിന്യസിച്ചുകൊണ്ട് ലോകമാസകലം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന് 3 കൊല്ലം കഴിഞ്ഞിട്ടും വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് 4ാമത്തെ കൊല്ലത്തിലേക്ക്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, ഇന്നത്തെ ലേറ്റസ്റ്റ് വാർത്തയാണ്. ഗാർഡിയന് നിഷ്പക്ഷമായും യാതൊരു തരത്തിലുള്ള പക്ഷപാതമില്ലാതെ കൃത്യമായ ആഗോള രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്നൊരു മീഡിയയാണ്. ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം ഇന്നലെ പുലർച്ചെ, ഇന്നലെയല്ലേ വെള്ളിയാഴ്ച, ഇന്നലെ പുലർച്ചെ അതിരാവിലെ റഷ്യയുടെ MiG-31 ഏറ്റവും അത്യന്താധുനികമായ 3 യുദ്ധവിമാനങ്ങൾ 12 മിനിറ്റിനുള്ളിൽ എസ്റ്റോണിയയെ ആക്രമിച്ചു. എസ്റ്റോണിയയിൽ പടനീക്കം, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, യാതൊരു പ്രകോപനമില്ല, മുന്നറിയിപ്പില്ല, യാതൊരു സൂചനയുമില്ല, സിഗ്നലുകളൊക്കെ ഓഫ് ചെയ്തിട്ട് 3 യുദ്ധവിമാനങ്ങളെ എസ്റ്റോണിയയിലേക്ക് പറത്തിവിട്ടു റഷ്യ. ഇത് പക്ഷേ അവിടെ ഈ എസ്റ്റോണിയക്ക് ഒരു സൗകര്യമുള്ളത്, നാറ്റോക്ക് ഒരു നിലപാടുണ്ട്. എന്താ വെച്ചാൽ ഈ ദുർബല രാജ്യങ്ങളെ സഹായിക്കാനായി നാറ്റോയുടെ സ്പെഷ്യൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ സ്പെഷ്യൽ ഫോഴ്സ് എസ്റ്റോണിയയിലുണ്ട്. എസ്റ്റോണിയയിലെ അമാരി ടൗണിൽ, അമാരി പ്രദേശത്ത്, അതിർത്തിയോട് ചേർന്നുള്ള അമാരി പ്രദേശത്ത് ഇറ്റലിയുടെ F-35 ജെറ്റ് വിമാനങ്ങൾ കരുതലാണ്. ഒരു വാച്ച് ഡോഗ് പോലെ കാവൽ വിമാനങ്ങളാണ്. ആ കാവൽ വിമാനങ്ങൾ കൃത്യസമയത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. അവർ പറന്നുയർന്നിട്ട് ഓടിച്ചു. എന്ന് പറഞ്ഞാൽ തൽക്കാലം യുദ്ധത്തിന് അവർ ഒരുങ്ങി വന്നിട്ടില്ല, പക്ഷേ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന സൂചനയാണ് അത് നൽകിയത്. അപ്പോൾ ഇത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയനിൽ, അതുപോലെ നാറ്റോയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നു. അമേരിക്ക ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. സെലൻസ്കി കണ്ടില്ലേ, ഞങ്ങളുടെ നേരെ മാത്രമല്ല
ഞങ്ങൾ ഇരകളായപ്പോൾ നിങ്ങളൊന്നും കാര്യമായി പ്രതികരിച്ചിട്ടില്ല. പലരും സൗമ്യമായിട്ടാണ് പ്രതികരിച്ചത്. ഇപ്പൊ കണ്ടോ, നിങ്ങളുടെ നേരെയും വരും. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊക്കെ ഒരുങ്ങിയിരുന്ന് കൂട്ടായിട്ട് തിരിച്ചടിച്ചോ. ഞങ്ങൾ എന്തായാലും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ ഈ എസ്റ്റോണിയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കൂട്ടായി രംഗത്തിറങ്ങണം എന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ സമയത്ത് ഇപ്പോൾ അടിയന്തരമായി എടുത്തിരിക്കുന്ന തീരുമാനം, എനിക്ക് തോന്നുന്നു യൂറോപ്പ് വളരെ ഗൗരവമായിട്ടുള്ള ആലോചനകളിലേക്ക് പോവുകയാണ്. 2 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, റഷ്യക്ക് അടിയന്തരമായി ഉപരോധം ഏർപ്പെടുത്താൻ. ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉക്രൈന് യുദ്ധം ആരംഭിച്ചിട്ട് 19ാമത്തെ പാക്കേജാണ് വെച്ചാൽ ഈ ഉപരോധ പാക്കേജ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 3 മേഖലയിൽ ഒരു കാരണവശാലും വ്യാപാരം പാടില്ല. റഷ്യയുമായിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ജയശങ്കർ സാറ് പറഞ്ഞ ഓർമ്മയില്ലേ, ഇന്ത്യ വാങ്ങുന്നത് റഷ്യയുടെ എണ്ണയുടെ 40% വാങ്ങുന്നത് ഞങ്ങളാണ്, സമ്മതിച്ചു. പക്ഷെ ഞങ്ങളുടെ 6 ഇരട്ടിയെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പൊ അത് ആദ്യം നിർത്തണമെന്ന് ജയശങ്കർ പറഞ്ഞല്ലോ. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇനി റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് അടിയന്തരമായി കുറച്ചു കൊണ്ടുവന്ന്, ഗണ്യമായി കുറച്ചു കൊണ്ടുവന്ന് 2028 ആകുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 3 കൊല്ലം കൊണ്ട് റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളും വാങ്ങാൻ പാടില്ല എന്ന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ബാങ്കിങ്, ഒന്ന് എനർജി സെക്ടറാണ്, രണ്ടാമത് ബാങ്കിങ് സെക്ടറാണ്. ഈ റഷ്യയുമായി എന്തെങ്കിലും ബന്ധമുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ, റഷ്യയിൽ മാത്രമല്ല കേട്ടോ, ലോകമെങ്ങും ഉണ്ട് ഈ റഷ്യൻ ബന്ധമുള്ള ബാങ്കുകൾ, ഇൻ്റർനാഷണൽ ബാങ്കുകൾ. ആ ഒരു ബാങ്കിങ് സ്ഥാപനത്തിലും യൂറോപ്യൻ യൂണിയനിലെ ഒരു വ്യക്തിയോ സ്ഥാപനങ്ങളോ നിക്ഷേപിക്കാൻ പാടില്ല. ബാങ്കിങ് രംഗത്ത്, അതുപോലെ ക്രിപ്റ്റോ കറൻസി രംഗത്തും സമ്പൂർണ്ണമായിട്ട് റഷ്യയെ ഉപരോധിച്ചുകൊണ്ട് ഇങ്ങനെ ഈ 3 മേഖലയെ റഷ്യ വലിയ പ്രതിസന്ധി നേരിടും. അങ്ങനെ റഷ്യയെ സമ്പൂർണ്ണമായി ഉപരോധിക്കാനുള്ള ഒരു തീരുമാനം യൂറോപ്യൻ യൂണിയൻ എടുത്തിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ എസ്റ്റോണിയയിലെ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ മറ്റു ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നാറ്റോ അടുത്ത ആഴ്ച അടിയന്തരമായി യോഗം ചേരും. അതിന് കാരണമുണ്ട്. ഈ ആർട്ടിക്കിൾ 4 നാറ്റോയുടെ ഒരു ഭരണഘടന ഉണ്ടല്ലോ, ബൈലോ ഉണ്ടല്ലോ, നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഒരു ബൈലോ ഉണ്ട്. ആ ബൈലോയിലെ 4-ാം വകുപ്പ് ആർട്ടിക്കിൾ 4 പറയുന്നത്, ഇന്നലെ നമ്മുടെ സൗദിയും പാകിസ്ഥാനും തമ്മിൽ പറഞ്ഞതുപോലെ, നമ്മളിൽ ആരെ തൊട്ടാലും ഏതെങ്കിലും ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്താൽ മുഴുവൻ രാജ്യങ്ങളും അവരെ അറ്റാക്ക് അതാണ്. ഇപ്പൊ നാറ്റോയിലെ 32 രാജ്യങ്ങളുണ്ട്. നാറ്റോയിലെ നിയമമുണ്ട്. നാറ്റോ ബൈലോയിലെ 4-ാം വകുപ്പ് പ്രകാരം ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ ആ അംഗരാജ്യത്തിന് നേരിട്ട ആക്രമണം ഓരോരുത്തരും സ്വന്തം നെഞ്ചത്ത് കൊണ്ടതായിട്ട് പരിഗണിക്കും. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കും. എന്താണ് അതിനെക്കുറിച്ച് അടിയന്തരമായി ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ്റ്റോണിയയുടെ പ്രൈം മിനിസ്റ്റർ ക്രിസ്റ്റൻ മൈക്കൽ കത്ത് കൊടുത്തിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ യോഗം ഇത് ചർച്ച ചെയ്യാൻ, എസ്റ്റോണിയക്ക് നേരെ റഷ്യ നടത്തുന്ന ഇത് യാദൃച്ഛികമല്ല, ഒട്ടും യാദൃച്ഛികമല്ല. സെലൻസ്കി പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇത് യാദൃച്ഛികമല്ല. മുമ്പ് പോളണ്ടിന് നേരെ വന്നു, റുമാനിയക്ക് നേരെ വന്നു. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പിന്നിൽ മറ്റൊരു അജണ്ട കൂടി ഉണ്ട് എന്ന് സെലൻസ്കി പറയുന്നുണ്ട്. ഇപ്പോൾ നടത്തുന്ന ആക്രമണം ഉണ്ടല്ലോ, 2 യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഉടനെ. ഒന്ന് റുമാനിയയിൽ, മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, ഓർത്തിരുന്നോളൂ, അടുത്തത് വരാൻ പോകുന്നത് മൾഡോവക്ക് നേരെയാണ്. മൾഡോവയിലും ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ റുമാനിയയിലും മൾഡോവയിലും നടക്കാൻ പോകുന്ന ഇലക്ഷൻ, അതിലൊരു സൂചനയുണ്ട്. ആ ഇലക്ഷനിൽ റഷ്യക്കെതിരായി ചിന്തിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് ഈ 2 രാജ്യങ്ങളിലും. അങ്ങനെ ആ 2 ഇലക്ഷൻ അട്ടിമറിക്കാനും കൂടിയാണ്. ഞാൻ ആലോചിച്ചു, ഒരുപാട് മാനങ്ങളുണ്ട്. അപ്പോൾ സെലൻസ്കി പറയുന്നത് കരുതിയിരുന്നോളൂ, മൾഡോവയും കരുതിയിരുന്നോളൂ, അടുത്തത് നിങ്ങൾക്ക് നേരെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അജണ്ട വെച്ചുകൊണ്ട് റഷ്യ മുന്നോട്ട് പോകുമ്പോൾ അടിയന്തരമായി അടുത്ത ആഴ്ച അടിയന്തരമായി നാറ്റോ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ, എസ്റ്റോണിയൻ പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരം അടുത്ത ആഴ്ച യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഉണർന്നിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഒക്ടോബർ 1 ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് മെസ്സേജ് പോയിരിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 1 യൂറോപ്യൻ യൂണിയനും വല്ലാതെ വൈകാതെ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ നാറ്റോയും യോഗം ചേർന്നാൽ റഷ്യക്കെതിരായി ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊക്കെ വല്ലാത്ത നല്ല സൂചനയാണ്. റഷ്യക്കെതിരായി യൂറോപ്യൻ യൂണിയൻ ഉപരോധം പ്രഖ്യാപിച്ചു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട സഖ്യ രാഷ്ട്രങ്ങളുടെ യോഗങ്ങൾ, 2 യോഗങ്ങളും വളരെ നിർണായകമാണ്. അടുത്ത ആഴ്ചയോടുകൂടി ഒരു ആഗോള യുദ്ധത്തിന് റഷ്യ കാരണമായേക്കാം. അങ്ങനെ ഒരു ആഗോള യുദ്ധത്തിന് യൂറോപ്പ് തയ്യാറെടുക്കുന്നു എന്ന് വേണം കരുതാൻ.
ഈ സമയത്ത് ഒരു യൂറോപ്പ് പുകയുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. റഷ്യ ആണ് കാരണം. പക്ഷേ റഷ്യ കാരണക്കാരാകുന്നതിന് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവാം. റഷ്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് ഈ ഉക്രൈനുമായുള്ള യുദ്ധമെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അമേരിക്ക അതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം. എന്ത് കാരണം ഉണ്ടായാലും റഷ്യ യൂറോപ്പിനെ കീഴടക്കാനുള്ള ഒരു പുതിയ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പുതിയതല്ല, പഴയ അജണ്ടയാണ്, എങ്കിലും അത് ശക്തിപ്പെട്ടു വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്പിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.